ശിഖ തുടങ്ങിയാലോ? ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? സുബിത്തിക്ക് വയ്യാന്ന് പറഞ്ഞു. തുടങ്ങാം മാം. തുടങ്ങാം അല്ലേ? സ്ക്രീൻ ഷെയർ ചെയ്തടാ. ബാക്കി ആരെയും കാണുന്നില്ലല്ലോ. അജിത്രയെ കാണുന്നില്ല. എല്ലാരും ഇവിടെ പോയി. പ്രൊജക്ട് തുടങ്ങിയിട്ടോ കുട്ടികളെ. ഇനി ലീവ് ആക്കരുത്. നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ടാവുക. സ്ക്രീൻ ഷെയർ ചെയ്തേ. ശിഖ ഷെയർ ചെയ്തേ. നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളല്ലോ. ശിഖ ഷെയർ ചെയ്തോ. ചെയ്യാം. മാം ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് ഡോർ ക്ലോസ് ചെയ്യട്ടെ. ഓക്കെടാ. മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഒന്നും സൗണ്ട് ഇങ്ങോട്ട് വരുന്നില്ല. ഓക്കെ. ഇപ്പൊ നമ്മൾ മൊത്തം 10 ടെസ്റ്റ് കേസ് എഴുതി. പ്രയോറിറ്റി നോക്കി, ഡിസ്ക്രിപ്ഷൻ നോക്കി അല്ലേ? ഡിസ്ക്രിപ്ഷന്റെ സ്പെല്ലിംഗ് എന്താ കൊടുത്തിരിക്കുന്നത്? ശിഖ അടി കിട്ടൂ. നേരെയാക്ക്. ഡിസ്ക്രിപ്ഷൻ അല്ലല്ലോ, ഡിസ്ക്രൈബ് അല്ലേ? ഡിസ്ക്രൈബ് അല്ല. ഡിസ്ക്രൈബ് വേറെ സാധനമാണ്. എന്റെ അമ്മേ, അപ്പം വേറെ പലയിടത്തും ഞാൻ വേറെ എന്തൊക്കെയോ എഴുതിയിരിക്കുന്നെന്ന് തോന്നുന്നു. ഒരു സെക്കൻഡ്. നമ്പർ എല്ലാത്തിലും ഇടണോ, അല്ലാതെ അതിൽ മാത്രം ടെസ്റ്റ് ലോഗിന് പ്രയോറിറ്റി ടെസ്റ്റിൽ മാത്രം മതി, ഡിസ്ക്രിപ്ഷൻ എല്ലാത്തിലും. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പൊ ഇനി സോറി കഴിയണേന്ന് തോന്നുന്നു. അയ്യോ, ഇതിന് ഞാൻ എഴുതിയില്ല. ഇതെന്തായിരുന്നു? ഓക്കെ, അത് ലാസ്റ്റ് മാറ്റാട്ടോ. ഡിസ്ക്രിപ്ഷൻ എല്ലായിടത്തും പഴയ പോലെ ആക്കണേ. ഇവിടെ ഡിസ്ക്രിപ്ഷൻ എവിടെ കുട്ടി? ടെസ്റ്റ് ഇവിടെ എത്തും എഴുതിയില്ല ഞാൻ, ബാക്കിയെല്ലാം എഴുതി. പക്ഷെ ഇവിടുത്തെ ഞാൻ ഇപ്പൊ നോക്കിയപ്പോഴാ. അയ്യോ, അതോടെ എഴുതി. ഓക്കെ. പി ടെസ്റ്റ് ആണോ? ഓ, ഇതെന്തിന്റെ ആയിരുന്നു? Find element, set keys, find element, എല്ലാം കൊടുത്ത് സേവ് ചെയ്യുന്നതല്ലേ? Verify that the admin and add users. അതിന്റെ പേരെന്തുവായിരുന്നു? Users, adding users. New user, right? Yes. New user
successfully adding new user and save successfully. ഹായ് Okay. മാം. എന്തെങ്കിലും ഹലോ, എന്ത് പറ്റി? തുടങ്ങിയോ മാം? ലേറ്റ് ആയ? ഇല്ല, തുടങ്ങുന്നേ ഉള്ളൂ. ലേറ്റ് ആയല്ലോ. എനിക്കിത് കുറെ നേരമായി ഞാൻ നോക്കിയിട്ട് കയറുന്നില്ലായിരുന്നു. ആ, എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു. ഓക്കേടാ, ഓക്കെ. മാം ബാക്കി എല്ലാത്തിനും ഓർഡർ കൊടുക്കണോ? ഞാൻ എല്ലാത്തിനും ഓർഡർ കൊടുത്തിട്ടില്ല കേട്ടോ. ഓർഡർ വേണ്ട, ഡിസ്ക്രിപ്ഷൻ മാത്രം. മറ്റേ സാധനം ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് റൺ ചെയ്ത് Assertion. നോക്കാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയില്ല. ഞാൻ ചെയ്തുമില്ല. അത് ബാക്കി കുഴപ്പമില്ല. അപ്പൊ ഇനി നിങ്ങളിപ്പോ ഇതുവരെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു അല്ലേ? ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾ ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്തു. 10 ഇത് കഴിഞ്ഞ് നിങ്ങളൊരു 20 ടെസ്റ്റ് കേസും കൂടെ എഴുതി വെച്ചോളൂ. ടോട്ടലി 30 ടെസ്റ്റ് കേസ് നിങ്ങൾ എഴുതിയിട്ടുണ്ട് ഇപ്പൊ. ഓക്കെ. ആൻഡ് ഈ 30 ടെസ്റ്റ് കേസ് എഴുതിയതിന്റെ ശേഷം നമ്മളുടെ ഈ യൂസർ നെയിം ഫീൽഡിന്റെ വാല്യൂവിനെ അങ്ങ് ചേഞ്ച് ചെയ്തു. ഇപ്പോ ശിഖ ചൂസ് ചെയ്തിട്ടുള്ള പ്ലേസ് ഹോൾഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ആണ് പാസ്വേഡിന്. എക്സ്പാർട്ട് എഴുതിയപ്പോൾ ചൂസ് ചെയ്തിട്ടുള്ളത് ഏതാണ്? പ്ലേസ് ഹോൾഡർ ആണ് അല്ലേ? അപ്പോൾ ഈ പ്ലേസ് ഹോൾഡർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ പാസ്വേഡ് എന്ന് മാറ്റിയിട്ട് പാസ്വേഡ് വാല്യൂ എന്നാക്കി ഡെവലപ്പേഴ്സ്. ഓക്കെ. മാം പാസ്വേഡ് ചേഞ്ച് ചെയ്തു എന്നാണോ മാം ഉദ്ദേശിച്ചത്? പാസ്വേഡ് ചേഞ്ച് ചെയ്തില്ല. നമ്മുടെ ഡോമിന്റെ അകത്ത് പ്ലേസ് ഹോൾഡർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഇല്ലേ, ആ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ഡെവലപ്പേഴ്സ് അങ്ങ് ചേഞ്ച് ചെയ്തു. ഓക്കെ. അതായത് ഇൻസ്റ്റെഡ് ഓഫ് പ്ലേസ് ഹോൾഡർ വേറെ എന്തെങ്കിലും സാധനം പ്ലേസ് ഹോൾഡർ ഈക്വൽസ് പാസ്വേഡ് മാറ്റി പ്ലേസ് ഹോൾഡർ ഈക്വൽസ് പാസ്വേഡ് വാല്യൂ എന്ന് എഴുതിയവര്. ശരി മനസ്സിലായടാ? ഓക്കെ. അങ്ങനെ കൊടുത്താൽ നമ്മുടെ ടെസ്റ്റ് കേസ് നമ്മുടെ ഈ 30 ടെസ്റ്റ് കേസിൽ എന്ത് സംഭവിക്കും? അത് മെസ്സേജ് വരും അല്ലേ? എല്ലാം ഫെയിലിയർ ആവും ഇല്ലേ? എല്ലാം ഫെയിൽ ആവും. ഓക്കെ. അപ്പൊ നിങ്ങൾ റിസർച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായി പ്ലേസ് ഹോൾഡർ ഈക്വൽസ് പാസ്വേഡിലാണ് പ്രശ്നം. അപ്പൊ നിങ്ങൾ എത്ര സ്ഥലത്ത് പോയി ചേഞ്ച് ചെയ്യും? 30 സ്ഥലത്ത് പോയി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഒബിയസ്ലി അത് എന്താ പറയാ, നിങ്ങൾക്ക് അവിടെ മിസ് ഔട്ട് ആവാം. ഒരു എന്താ പറയാ ടൈം കൺസ്യൂമിങ് പ്രോസസ് ആണത് അല്ലേ? അപ്പൊ ഇതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട്, ഇങ്ങനൊരു പ്രോസസ്സിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു ഡിസൈൻ പാറ്റേണിനെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ്. ഡിസൈൻ പാറ്റേൺ ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ. ഡിസൈൻ പാറ്റേൺ എന്ന് വെച്ചാൽ നിങ്ങൾ ഇതുവരെ എഴുതിയ നിങ്ങളുടെ കോഡ് നോർമലി ഒരു ടെസ്റ്റ് കേസ് അത്രേ ഉള്ളൂ അല്ലേ? ഇതിനെ ഇനി നമുക്കൊന്ന് റീഡബിൾ ആക്കണമെങ്കിൽ, കുറച്ചുകൂടെ റീഡബിൾ ആൻഡ് മെയിൻറ്റൈനബിൾ ആക്കാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പേജ് ഒബ്ജക്ട് മോഡൽ എന്ന് പറയുന്ന ഒരു ഡിസൈൻ പാറ്റേൺ യൂസ് ചെയ്യുന്നത്. കുറേ ടൈപ്സ് ഓഫ് ഡിസൈൻ പാറ്റേൺസ് ഉണ്ട്. അതിൽ ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻ പാറ്റേൺ ആണ് പേജ് ഒബ്ജക്ട് മോഡൽ. ടെസ്റ്റിംഗ് ഫ്രെയിംവർക്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതാണ്. മാം ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. നമ്മളിവിടെ പൈത്തൺ പഠിച്ചു, പൈത്തന്റെ കാര്യം പഠിച്ചു, സെലീനിയം പഠിച്ചു, പിന്നെ നമ്മുടെ ഫ്രെയിംവർക്ക് പൈടെസ്റ്റ് അല്ലേ? ഫ്രെയിംവർക്ക് പൈടെസ്റ്റ് ആണ്. അതെ, പൈടെസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ച എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓർഡർ ചെയ്യാൻ ടെസ്റ്റ് കേസ് ഓർഡർ ചെയ്ത്, അതായത് ഒരു പൈടെസ്റ്റ് നമുക്ക് തരുന്ന കുറച്ച് പ്രൊവിഷൻസ്. അതായത് നമ്മളൊരു മൊഡ്യൂൾ എടുക്കുവാണെങ്കിൽ അതിന്റെ ടെസ്റ്റ് കേസ് ഓർഡർ ചെയ്യാൻ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ അതിന്റെ അസേർട്ട്, അതായത് ഒരു സെറ്റ് ഓഫ് സംഗതിയിലെ ഇഷ്യൂസ് വരാണ്ട് മുന്നോട്ട് പോകാൻ. ശരിയല്ലേ മാം ഞാൻ പറഞ്ഞത്? പിന്നെ അതിന്റെ ഒരു നല്ലൊരു ഹെഡിങ്, നമ്മൾ റിപ്പോർട്ട് എടുക്കുമ്പം നമുക്കിപ്പോ ഇത് ഒന്നും മനസ്സിലാവാണ്ട് നമ്മൾ സ്റ്റക്കായിട്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ എന്തിന്റെയൊക്കെയാണ് ടെസ്റ്റ് കേസ് ഫെയിൽ ആയത്, എന്തിന്റെയൊക്കെ ടെസ്റ്റ് കേസ് ആണ് പാസ്സായത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ എന്തോ ഡിസ്ക്രിപ്ഷൻ സംതിങ് അല്ലെ, അങ്ങനെ എന്തോ ഒരു സംഗതി നമ്മൾ പഠിച്ചു. ഇപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പേജ് ഒബ്ജക്ട് ഓറിയന്റഡ് മോഡൽ. ശരിയല്ലേ മാം? പേജ് ഒബ്ജക്ട് മോഡൽ, അത്രേ. പേജ് ഒബ്ജക്ട് മോഡൽ അത് എന്താ? ഈ POM എന്ന് പറയുന്നത് എന്താണ് സംഗതി? അതായത് ഞാനിപ്പോ നേരത്തെ പറഞ്ഞ ഒരു സിനാരിയോ, അതായത് ഈ പ്ലേസ് ഹോൾഡർ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന്റെ വാല്യൂ പാസ്വേഡിൽ നിന്ന് പാസ്വേഡ് വാല്യൂ എന്ന് ചേഞ്ച് ചെയ്തു. ഓക്കെ. അപ്പൊ നമ്മുടെ എൻറ്റയർ ടെസ്റ്റ് കേസ് പൊട്ടി.
എല്ലാം പൊട്ടിയില്ലേ? കാരണം ആ പാസ്വേഡ് തന്നെ എവിടെ കിടക്കുന്ന ഏറ്റവും ഫസ്റ്റ് കിടക്കുന്ന സാധനമാണ്, എന്തായാലും പൊട്ടും, ഉറപ്പാണ് അല്ലേ? ആ അപ്പൊ ഇത് തന്നെ നിങ്ങളുടെ ഈ സ്പെസിഫിക് ആയിട്ടുള്ള കോഡ് ഒരു ക്ലാസ്സിന്റെ അകത്ത് എഴുതി വെച്ചിരിക്കുകയാണ്, അവിടെ നിന്നും ഇൻവോക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ആക്സസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഉം, അതായത് നിങ്ങളുടെ ഈ വെബ് എലമെന്റ്സുമായിട്ടുള്ള എല്ലാ ഇന്ററാക്ഷൻസും നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് വേറൊരു ക്ലാസ്സിലാണ്. ആ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ ഇൻവോക്കേഷൻ മാത്രമേ ടെസ്റ്റ് സ്ക്രിപ്റ്റിൽ ചെയ്യുന്നുള്ളൂ. ഉം, ഓക്കെ, ഉം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ഫിക്സിങ് കുറച്ചുകൂടി ഈസി ആവത്തില്ലേ? അതായത് മാം ഉദ്ദേശിച്ച ഈ നമ്മൾ ഇതൊക്കെ എടുത്തേക്കുന്ന പോലെ കോൺഫ് ടെസ്റ്റും അത് നമ്മൾ ബ്രൗസറിനെ വിളിക്കുമല്ലായിരുന്നോ? യെസ്, അതെ അതുപോലെ നമ്മൾ ഈ പാസ്വേഡ് യൂസർ നെയിമും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്ത് സെപ്പറേറ്റ് ആയിട്ട് ഫയലിൽ എഴുതി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതിപ്പോ ലോഗിന്റെ യൂസർ നെയിം പാസ്വേഡ് എല്ലാം നിങ്ങൾ ഒറ്റ സ്ഥലത്ത് ഒറ്റ പേജിൽ എഴുതി വെച്ചിട്ടുള്ളൂ. ആ പേജിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ടെസ്റ്റ് കേസിലേക്ക് ഇൻവോക്ക് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആക്സസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്യുമ്പോ എന്താണ് കുറച്ച് അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണ്? അവിടെ മാത്രം പോയി നമുക്ക് ചേഞ്ച് ചെയ്താൽ മതി. 30 ടെസ്റ്റ് കേസ് മാറ്റാതെ അവിടെ മാത്രം പോയി മാറ്റാം. കറക്റ്റ്. അപ്പൊ ഒരു മെയിൻറ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ കോഡ് കുറച്ചുകൂടെ മെയിൻറ്റൈനബിൾ ആയില്ലേ? ആ മെയിൻറ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പേജ് ഒബ്ജക്ട് മോഡൽ ഉപയോഗിക്കുന്നത്. അതായത് മാം ഇപ്പൊ നമുക്ക് അതിനകത്ത് ഡോമിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുവാണെങ്കിലും ഇത് എഫക്ട് ചെയ്യത്തില്ല അല്ലെ? അതെ, എഫക്ട് ചെയ്യത്തില്ല, അല്ല എഫക്ട് ചെയ്യും, പക്ഷെ നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ഒറ്റ സിംഗിൾ പ്ലേസിൽ ഫിക്സ് ചെയ്താൽ മതി. നമ്മുടെ 30 ടെസ്റ്റ് കേസിൽ ഫിക്സ് ചെയ്യണ്ട, പകരം ഒറ്റ ഒരു പ്ലേസിൽ ഫിക്സ് ചെയ്താൽ മതി. അപ്പൊ ഇതൊരു ഡിസൈൻ മോഡൽ ഡിസൈൻ പാറ്റേൺ ആണിത്. പലതരത്തിലുള്ള ഇംപ്ലിമെന്റേഷൻസ് ഉണ്ട്. ടെസ്റ്റ് കേസസിൽ ഏറ്റവും കോമൺ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണത്. ഓക്കെ, നിങ്ങൾ ഇവിടെ പേജസ് എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ? ആ പേജസ് എന്ന് പറഞ്ഞ പാക്കേജിൽ ഒരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്തേ. ലോഗിൻ പേജ് എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്തോളൂ. പേജസിനകത്ത് എന്തോ പേജസിന്റെ അകത്ത് ഒരു പുതിയ പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ലോഗിൻ പേജ്. എവിടെയാ മാം? എനിക്ക് മൊത്തം പോലെ എടാ, പേജസ് എന്നിട്ടൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തില്ലായിരുന്നോ? ആ പാക്കേജിൽ വന്നിട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്തേ. പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്ത ലോഗിൻ പേജ്. അതായത് ടെസ്റ്റ് അണ്ടർസ്കോർ അങ്ങനെ അല്ലേ? ടെസ്റ്റ് അണ്ടർസ്കോർ വേണ്ട, ജസ്റ്റ് ലോഗിൻ പേജ്. ജസ്റ്റ് ലോഗിൻ പേജ് എന്ന് മാത്രം. അവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തോളൂ. ലോഗിൻ പേജ് ഡോട്ട് py. ലോഗിൻ പേജ് ആക്കാനോ മാം? ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്തോളൂ. ക്ലാസ് ലോഗിൻ പേജ്. ഓക്കെ, അവിടെ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാം. ലോഗിൻ അണ്ടർസ്കോർ പേജ് ഒന്നും കൊടുക്കണ്ടല്ലോ? കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പേര് കൊടുക്കാതെ. ശരി ശരി. ഡയാന പേര് കൊടുത്തോടാ. കൊടുത്തു. ലോഗിൻ പേജ് ഞാൻ അടിച്ചോ. ഇനി അവിടെ ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തോളൂ. ഡ്രൈവറിനെ പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്തിട്ട് ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഡ്രൈവറിനെ പാരാമീറ്റർ ആയിട്ട് എന്തെങ്കിലും പേര് കൊടുത്താൽ മതിയോ മാം? കൺസ്ട്രക്ടറിന് എന്തെങ്കിലും പേര് കൊടുക്കാൻ പറ്റുമോ? ലോഗിൻ പേജ് തന്നോ? ഡെഫ് അണ്ടർസ്കോർ ഇനിറ്റ് അണ്ടർസ്കോർ അതല്ലേ കൺസെപ്റ്റ്? അത് തന്നെ. മറന്നുപോയോ ശിത? നമ്മളിപ്പോ കൺസ്ട്രക്ടറായിട്ട് വലിയ ടച്ച് ഇല്ലാതാണ് പെട്ടെന്ന് മറന്നുപോയല്ലേ? ക്ലിക്ക് ആയില്ല. ഇന്ന് പൈത്തണിന്റെ ഞാൻ പലതും എടുത്തു. എന്റെ ദൈവം ഇതെല്ലാം
കോമ ഡ്രൈവർ കൊടുക്കും കേട്ടോ. ഡ്രൈവർ അല്ലേ? നെക്സ്റ്റ് സെൽഫ് ഡോട്ട് ഡ്രൈവർ ഈക്വൽസ് ഡ്രൈവർ. ഓക്കെ. ഇനി നമ്മൾ ടെസ്റ്റ് അണ്ടർസ്കോർ ലോഗിൻ പേജും മാത്രം വെക്കുക. ബാക്കി എല്ലാ ഫയൽസും ക്ലോസ് ചെയ്തേ. എങ്ങനെ? ടെസ്റ്റ് അണ്ടർസ്കോർ ലോഗിനും അതുപോലെ ലോഗിൻ പേജും രണ്ട് ഫയൽസേ വേണ്ടൂ. ബാക്കി എല്ലാം ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ടെസ്റ്റ് ലോഗിൻ എടുക്കുക. ടെസ്റ്റ് ലോഗിൻ PY എടുക്കുക. ആ അതില് നമ്മളുടെ യൂസർ നെയിമിനെ ഫെച്ച് ചെയ്യുന്ന ലൈൻസ് ഇല്ലേ? ടെസ്റ്റ് കേസ് 1 ആണോ? ടെസ്റ്റ് കേസ് 1 എടുത്താൽ മതി. എല്ലാത്തിലും സെയിം ആണത്. അതിൽ ആദ്യത്തെ നമ്മുടെ യൂസർ നെയിം ഫീൽഡിനെ ലൊക്കേറ്റ് ചെയ്ത് ഡാറ്റ പാസ് ചെയ്യുന്ന ലൈൻസ് ഏതൊക്കെയാണ്? മെസ്സേജ് ഈക്വൽസ് self.driver.find. ഈ 2 ലൈൻസ് മാത്രം എടുക്കുക. ഓക്കെ, ഇനി ഒന്ന് ബാക്ക് സ്പേസ് അടിച്ചോളൂ. ഇനി അവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ബാക്ക് സ്പേസ് അടിച്ചിട്ട് ഡെഫ് കൊടുത്ത് ലോഗിൻ സെൽഫ് എന്ന് കൊടുത്താൽ പോരെ? ലോഗിൻ അല്ല, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കൊടുക്കുന്ന ഫംഗ്ഷൻ നെയിം നിങ്ങൾ എന്താണോ അവിടെ ഏത് ലൊക്കേറ്ററിനെയാണോ നിങ്ങളവിടെ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് അവിടെ മീൻ ചെയ്തിട്ടുണ്ടാവണം. അതായത് നിങ്ങളിവിടെ ചെയ്യേണ്ടതാണ് യൂസർ നെയിം എൻ്റർ ചെയ്യാണ് അല്ലേ? ഡെഫ് എൻ്റർ യൂസർ നെയിം അങ്ങനെ പേര് കൊടുക്കുക. മീനിങ്ഫുൾ ആയിട്ട് നെയിം കൊടുക്കുക. അവിടെ ഡെഫ് സ്പേസ് യൂസർ നെയിം അല്ല മാം? യൂസർ നെയിം അല്ലെങ്കിൽ എൻ്റർ യൂസർ നെയിം നിങ്ങളുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണേ കൊടുക്കാം. താഴെ കൊണ്ടുവന്ന് നമ്മളുടെ കോഡ് അങ്ങ് പ്ലേസ് ചെയ്തോ. യെസ് മാം, യൂസർ നെയിം കഴിഞ്ഞിട്ട് സെൽഫ് കോമ യൂസർ നെയിം എന്ന് കൊടുക്കണം അല്ലേ? സെൽഫ് കോമ യൂസർ നെയിം കൊടുക്കണം. കാരണം എന്താ? എന്തിനായിരിക്കും നമ്മൾ കോമ യൂസർ നെയിം കൊടുത്തത്? കാരണം യൂസർ നെയിം എന്താ പറയാ മറ്റേനകത്തുനിന്ന് പാസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഡാറ്റ കിട്ടണം അല്ലേ? ഡാറ്റ കിട്ടണം. അതെ, അതായത് നിങ്ങൾ ഇനി അങ്ങോട്ട് പേജ് ഒബ്ജക്ട് മോഡൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എവിടെയെല്ലാം നിങ്ങൾ സെൻഡ് കീസ് അല്ലെങ്കിൽ സെലക്ട് യൂസ് ചെയ്യുന്നുണ്ടോ അവിടേക്കെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഒരു അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിളിനെ പാസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇവിടെ നിങ്ങള് സെൻഡ് കീസ് യൂസ് ചെയ്യുമ്പോൾ ഇനി അങ്ങോട്ടേക്ക് പേജ് ഒബ്ജക്ട് മോഡലിൽ എവിടെയാണെങ്കിലും ശരി സെൻഡ് കീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ കോമൺലി യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഫംഗ്ഷൻ ഇല്ലേ, നമ്മളിപ്പോൾ എഴുതുന്ന ഫംഗ്ഷൻ ഇപ്പൊ എൻ്റർ യൂസർ നെയിം എഴുതിയ പോലെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലൊരു പാരാമീറ്റർ പാസ് ചെയ്തിട്ടുണ്ടാവണം. ആ പാരാമീറ്റർ എന്തായിരിക്കും? ആ പാരാമീറ്റർ ആയിരിക്കും നമ്മുടെ അവിടുന്ന് ഫെച്ച് ചെയ്തെടുത്തിട്ട് വരുന്നത്. അവിടുന്ന് ഫെച്ച് ചെയ്തെടുത്ത് വരുന്ന വാല്യൂ. കറക്റ്റ്. ക്ലിയർ ആണോ? ക്ലിയർ. സിന്ധുവിന് ക്ലിയർ ആണോ? ഡയാനയ്ക്ക് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? എനിക്ക് അത്ര ക്ലിയർ ആയില്ല. ക്ലിയർ ആയില്ല. ഓക്കെ, ഇവിടെ എൻ്റർ യൂസർ നെയിം ഓഫ് സെൽഫ് കോമ യൂസർ നെയിം എന്ന് കൊടുത്തിട്ടില്ലേ? ഈ യൂസർ നെയിം എന്ന് പറഞ്ഞ് നമ്മൾ പാസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടിനെ നമ്മൾ സെൻഡ് കീസിലായിരിക്കും യൂസ് ചെയ്യുന്നത്. ശരിയല്ലേ? അത് ശരിയാ. അപ്പൊ ഈ സെൻഡ് കീസ് എന്ന് പറഞ്ഞ് കൊടുത്ത് യൂസ് ചെയ്യുമ്പോ സെൻഡ് കീസ് ഓഫ് യൂസർ നെയിം എന്ന് നമ്മൾ കൊടുത്തു അല്ലേ? അപ്പൊ ഇവിടെ ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ ഈ പേജ് ഒബ്ജക്ട് മോഡൽ ചെയ്യുമ്പോൾ എവിടെയെല്ലാം സെൻഡ് കീസ് യൂസ് ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം ഓരോ പാരാമീറ്റേഴ്സിനെ വെച്ചിട്ട് വാല്യൂ പാസ് ചെയ്യുക. മനസ്സിലായോ? എവിടെയെല്ലാം സെൻഡ് കീസ് യൂസ് ചെയ്യുന്നു അവിടെ നമുക്കൊരു വാല്യൂ പാസ് ചെയ്യുന്നത് മാൻഡേറ്ററി അല്ലേ? ആ വാല്യൂവിനെ എങ്ങനെ പാസ് ചെയ്യുക? പാരാമീറ്റർ ആയിട്ട് വേണം പാസ് ചെയ്യാനായിട്ട്. മനസ്സിലായോ? അതായത് മാം
എവിടെയെല്ലാം സെൻഡ് കീസ് ഉണ്ട് അവിടെയെല്ലാം പാരാമീറ്റർ ആയിട്ട് യൂസർ നെയിം പാസ് ചെയ്യണം എന്നാണോ മാം ഉദ്ദേശിച്ചത്? യൂസർ നെയിം എന്നുള്ള ഞാൻ പറയുന്നില്ല. പകരം ഇപ്പൊ പാസ്വേഡ് പാസ് ചെയ്യേണ്ട സമയം വരുമ്പോ അടുത്ത ഇപ്പൊ ഡെഫ് എന്റർ പാസ്വേഡ് എഴുതുമ്പോ സെൽഫ് പാസ്വേഡ്. മനസ്സിലായോ? അങ്ങനെ വേണം കൊടുക്കാൻ. പക്ഷെ ഈ യൂസർ നെയിം എന്നുള്ളത് നമുക്ക് ഇഷ്ടമുള്ള പാരാമീറ്റർ എഴുതാം. പക്ഷെ ഇവിടെ മീനിങ്ഫുൾ ആണ് ബെറ്റർ. ബട്ട് നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം അല്ലേ? ഇഷ്ടമുള്ളത് എഴുതാം. എന്താന്ന് വെച്ചാൽ പിന്നെ ലേറ്റർ നിങ്ങൾക്ക് ഈ കോഡ് കാണുമ്പോ ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവില്ല. ഓക്കെ, മനസ്സിലായോ? എന്നിട്ട് ആ പാരാമീറ്ററിനെ തന്നെ വേണം ഇവിടെ കോൾ ചെയ്യാനും ചെയ്യാനായിട്ടും. അതെ. ഓക്കെ. ഇതേപോലെ പാസ്വേഡിന്റെ ഇരിക്കേ ടെസ്റ്റ് ലോഗിൻ എന്ന് എടുത്തിട്ട് ആദ്യമേ ഡെഫ് അണ്ടർസ്കോർ എൻ്റർ പാസ്വേഡ് സെൽഫ് പാസ്വേഡ് കൊടുത്തതിന് ശേഷം ഡയാന ചെയ്യുന്നുണ്ടോ? അപ്പൊ ഡൗട്ട് ഉണ്ടോ? ചെയ്യുന്നുണ്ട്. ഇല്ല. ചെയ്തു. ഓക്കെ. ഇനി ഏതാ നമുക്ക് അതില് ലോഗിൻ ടെസ്റ്റ് ലോഗിൻ നമുക്ക് ഇനി എന്താ കോഡ് എടുക്കാനുള്ളേ നോക്കിക്കേ. സൈൻ ഇൻ 2 ലൈനിങ് എടുത്തോ. സെയിം അല്ലേ മാം? സെയിം ആണ്. ഇവിടെ നമ്മൾക്ക് ക്ലിക്കിൽ നമുക്ക് എന്തെങ്കിലും പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാനുണ്ടാവുമോ? ഇല്ല, പാസ് ചെയ്യാനില്ല. സെൽഫ് മാത്രം മതി അല്ലേ? ക്ലിക്ക് അണ്ടർസ്കോർ സൈൻ ഇൻ അല്ലേ? ക്ലിക്ക് അണ്ടർസ്കോർ സൈൻ ഇൻ കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. സൈൻ ഇൻ സെൽഫ് കൊടുത്തു. ഡയാന, അജിത്രയും സുബിറ്റി ഒന്ന് ഹെൽപ്പ് ചെയ്യണേടാ മേക്കപ്പ് ചെയ്യാനായിട്ട്. ഓക്കെ, സേവ് ചെയ്യാം. ഈ ഫയൽ ഒന്ന് സേവ് ചെയ്തേക്ക് കേട്ടോ. എന്നിട്ട് ടെസ്റ്റ് ലോഗിനിലേക്ക് തന്നെ വന്നേ. ഇനി താഴെ ഫസ്റ്റ് ഓഫ് ഓൾ ആ ലോഗിൻ പേജിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തേടാ അതിന്റെ അകത്ത്. എവിടെയാ ക്രിയേറ്റ് ചെയ്യേണ്ടി വരുക? എനിക്ക് മനസ്സിലായില്ല മാം. ഈ ലോഗിൻ പേജിൽ ടെസ്റ്റ് ലോഗിന്റെ അകത്തേക്ക് വരിക. ടെസ്റ്റ് ലോഗിന്റെ അകത്തേക്ക് വാ. ടെസ്റ്റ് ലോഗിന്റെ അകത്തേക്ക് വന്നിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. പാസ്വേഡ് കഴിഞ്ഞിട്ട് പാസ്വേഡ് ഈക്വൽസ് എക്സൽ യൂട്ടിലിറ്റി ഡോട്ട് ഗെറ്റ് സ്ട്രിംഗ് ഡാറ്റ ഇല്ലേ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലൈനില് ഗെറ്റ് സ്ട്രിംഗ് ഡാറ്റ കഴിഞ്ഞിട്ട് ഇവിടെ അവിടെ ഇൻഡന്റേഷൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ. അത് ഏറ്റവും പുറത്തല്ലേ? പുറത്ത് വരണോ? ഇപ്പൊ കറക്റ്റ് ആയി. യെസ്, ഇപ്പൊ കട്ടായില്ല. അകത്തല്ലേ? അകത്തേക്ക് വരാനാ പറഞ്ഞേ, പുറത്തേക്കല്ല അകത്തേക്ക് വരാനാ പറഞ്ഞേ. അല്ല, ഞാൻ പുറത്ത് വരാനാ പറഞ്ഞേ. പുറത്തല്ലേ മാം വരണ്ടേ? പുറത്തല്ല, അകത്ത്. വൈ? ബിക്കോസ് നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നേ? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അല്ല, നമ്മൾ നേരത്തെ പണ്ടൊക്കെ നമ്മൾ ചെയ്തോണ്ടിരുന്ന ക്ലാസിന്റെ അവിടെ വന്നിട്ട് ഇവിടെ നമുക്ക് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. എങ്ങനെയായിരുന്നു മാം? എങ്ങനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ? അണ്ടർസ്കോർ ലോഗിൻ വിത്ത് വാലിഡ് ക്രെഡൻഷ്യൽസ് ഈക്വൽസ് ടെസ്റ്റ് അടിപൊളി.
ഒരാള് പൊട്ടത്തരം പറയാനും മറ്റുള്ള എഴുതാനും അടിപൊളി മക്കളെ. അങ്ങനെയല്ല, ഒബ്ജക്റ്റ് ക്രിയേറ്റ് നേരെ പറഞ്ഞിട്ട് മാം പോയാൽ മതി വേരിയബിൾ നിങ്ങള്. എഴുതിയാൽ മതിയല്ലോ. അതായത് വാലിഡ് ക്രെഡൻഷ്യൽസ് ഈക്വൽസ് ടു ടെസ്റ്റ് അണ്ടർസ്കോർ ലോഗിൻ വിത്ത് വാലിഡ് ക്രെഡൻഷ്യൽസ്. ലോഗിൻ പേജിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞേ. അപ്പൊ ലോഗിൻ ഈക്വൽ ടു ടെസ്റ്റ് അണ്ടർസ്കോർ ലോഗിൻ അല്ല ക്ലാസ്സിലെ ഒരു ലോഗിൻ പേജിൽ എങ്ങനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞ മക്കളെ? പറഞ്ഞിട്ട് പോയാ മതി. എന്താ സെൽഫ് ഡ്രൈവറോ എന്താ സെൽഫ് ഡോ എനിക്ക് അറിഞ്ഞൂടാ. ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ക്ലാസ് നെയിം. ഒബ്ജക്റ്റ് നെയിം ഈക്വൽസ് ക്ലാസ് നെയിം ഓഫ്. മറന്നുപോയോ? ടൈപ്പ് ചെയ്ത് ലോഗിൻ പേജ് ഈക്വൽസ്. അതല്ലേ മാം ഞാൻ പറഞ്ഞേ. ടെസ്റ്റ് വാലിഡ് ലോഗിൻ വാലിഡ് അടിക്കുക. എന്താണ് റിന്റെ എന്താ എന്നോട് പറഞ്ഞേ? ടെസ്റ്റ് ലോഗിൻ വാലിഡ് ക്രെഡ് ഡോട്ട് കൊണ്ട് അടിക്കാൻ. ഇല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു കാര്യം പറഞ്ഞായിരുന്നു. ലോഗിൻ ഈക്വൽ ടെസ്റ്റ് ലോഗിൻ എന്ന് പറഞ്ഞ ഒരു സംഗതി, ക്ലാസ് നെയിമിന്റെ ടെസ്റ്റ് അണ്ടർസ്കോർ ലോഗിന്. ലോഗിൻ പേജിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടെസ്റ്റ് ലോഗിൻ എടുക്കുക. അല്ലേ മാം ക്രിയേറ്റ് ചെയ്യണ്ടേ? പറയാം, ഞാൻ ടൈപ്പ് ചെയ്യും. ലോഗിൻ പേജ് ഈക്വൽസ് ടൈപ്പ് ചെയ്യും. സംശയം ഒരു വേരിയബിൾ ലോഗിൻ പേജ് ഈക്വൽസ്. മാം ഇവിടെ ഞാൻ ഓക്കെ ലോഗിൻ പേജ് ഈക്വൽസ് ടൈപ്പ് ചെയ്തോ. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസിന്റെ പേര് ടെസ്റ്റ് അണ്ടർസ്കോർ ലോഗിൻ. ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത ക്ലാസ്സിലെ ടെസ്റ്റ് അണ്ടർസ്കോർ ലോഗിൻ രണ്ടൊരു അടി കിട്ടു. നേരെ പറ. ടെസ്റ്റ് അണ്ടർസ്കോർ ലോഗിന്റെ ക്ലാസ് അല്ലേ മാം ഉദ്ദേശിച്ചേ? ലോഗിൻ പേജ് എടുക്കൂ കുട്ടി. ഓ, അതിന്റെ ക്ലാസ് അത് പറ. ബ്രാക്കറ്റ്സില് ലോഗിൻ പേജ്, ബ്രാക്കറ്റ്സില് സെൽഫ് ഡോട്ട് ഡ്രൈവർ. ഓക്കെ. ആ സെൽഫ് ഡോട്ട് ഡ്രൈവർ എന്തിനായിരിക്കും പാസ് ചെയ്യുന്നേ? അതാ ഞാൻ ചോദിക്കാൻ വന്ന്. പറ. എന്റെ പൈത്തൺ ക്ലാസ് കേട്ടത് പറഞ്ഞേ നല്ല അടി കിട്ടും. നല്ല പോലെ പറഞ്ഞോ. ആരെങ്കിലും പറയണേ. പറ. എന്റെ ശരിയാണോന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും ഞാൻ പറയുവാണ്, രണ്ടും കൽപ്പിച്ച് പറയുക. അതായത് നമ്മുടെ ആ കൺസ്ട്രക്ടറിനകത്ത് നമ്മള് ഡ്രൈവറിനെ വിളിച്ചിട്ട് അത് ഡ്രൈവർ ഈക്വൽ ടു ഡ്രൈവർ എന്ന് എഴുതിയിട്ടില്ലേ? അതുകൊണ്ടല്ലേ ഉറപ്പല്ലേ? എന്റെ സൈഡ് അങ്ങനെയാണ് പറയുന്നത്. അതെ. എനിക്ക് മനസ്സിലായില്ല. എടോ, ഡ്രൈവറിനെ നമ്മൾ സെൽഫ് ഡോട്ട് ഡ്രൈവറിനകത്തല്ലോ എടുത്തു വെച്ചേക്കുന്നേ. അപ്പൊ ഇത് അല്ലേ? ഓക്കെ ഓക്കെ, മറന്നുപോയി മാം, എനിക്ക് ഒന്നും കിട്ടുന്നില്ല. അടിപൊളി. ലോഗിൻ പേജില് കൺസ്ട്രക്ടറില് പാരാമീറ്ററൈസ്ഡ് ആണോ? അതെ. അപ്പൊ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടേഴ്സിനെ വിളിക്കുമ്പോ നമ്മൾ എങ്ങനെ കൺസ്ട്രക്ടേഴ്സ് ക്ലാസ്സിന് ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ ക്രിയേറ്റ് ചെയ്തോണ്ടിരുന്നേ? ക്ലാസ് നെയിം ഈക്വൽസ് ഒബ്ജക്ട് നെയിം ഈക്വൽസ് ക്ലാസ് നെയിം ഫംഗ്ഷൻ ബ്രാക്കറ്റിനകത്ത് അത്. ഓക്കെ, എല്ലാം മനസ്സിലായി. ഇപ്പൊ മനസ്സിലായോ? മറന്നുപോയെന്ന് മനസ്സിലായി. മറന്നുപോയത് ഇപ്പൊ മനസ്സിലായോ? ഇപ്പഴും മനസ്സിലായ ഞാൻ തലക്ക് ഞാൻ കൊട്ടു തരും. അല്ലല്ല, ഇപ്പൊ മനസ്സിലായി, ഇത് മനസ്സിലായി. പക്ഷെ ഞാൻ മറന്നുപോയല്ലോ എന്നുള്ളൊരു വിഷമത്തിലിരിക്കുക. അയ്യോ, വല്ലാതെ വിഷമിക്കല്ലേ. ഇതിനേക്കാൾ വലിയ അടവും കഴിഞ്ഞ് വന്നതാണ് മോളെ. സത്യമായിട്ട് മാം പറഞ്ഞിട്ട് പോലും എന്റെ തലയിലോട്ട് കേറുന്നില്ലായിരുന്നു. എനിക്ക് മനസ്സിലായി. ഇനി ലൈൻ നമ്പർ 25 തൊട്ട് 30 വരെ നിങ്ങൾ എന്താണോ ഫൈൻഡ് എലമെന്റിൽ എഴുതിയിട്ടുള്ളത് അതെല്ലാം കമന്റ് ചെയ്തിട്ടെ. അതായത് എന്റെ ഇപ്പൊ ലൈൻ നമ്പർ 25 എന്ന് പറഞ്ഞാൽ പാസ്വേഡ് ആണ്. യൂസർ നെയിമിന്റെ ലൊക്കേറ്റർ തൊട്ട് സബ്മിറ്റിന്റെ ലൊക്കേറ്ററിന്റെ ക്ലിക്ക് വരെ എല്ലാം കമന്റ് ചെയ്തിട്ടോ. കമന്റ് ചെയ്യണം നമ്മൾ സ്റ്റാർ അല്ലേ സ്റ്റാർ അല്ല, ഡബിൾ കോട്ട്സ്. അതിന്റെ താഴത്തേട്ട് അത് മാത്രം കൊടുത്താ പോരെ? അത് കമന്റ് ചെയ്തിട്ടോ മാം. പിന്നെ ഈ നമ്മളെ ഡബിൾ കോട്ട്സ് ഇടുമ്പോ തന്നെ ബാക്കി താഴത്തേട്ടുള്ള എല്ലാം കമന്റ് ആവുകയല്ലേ? കമന്റ് ആവും. കമന്റിങ് ക്ലോസ് ചെയ്യണ്ടേ ക്ലിക്കിന്റെ അവിടെ വന്നിട്ട്? ഇവിടെ ഏറ്റവും ലാസ്റ്റോ? എങ്ങനെ കമന്റ് ചെയ്യാറുണ്ടോ?
അല്ല മാം, അല്ല ഏറ്റവും കമന്റ് ചെയ്യണം, ഞാൻ പറഞ്ഞ ക്ലോസ് ചെയ്യണം. പക്ഷെ ഞാൻ ക്ലിക്ക് ചോദിക്കുന്നത് വരെ, ബട്ടന്റെ ക്ലിക്ക് വരെ. സൈൻ ഇൻ എടാ ആ സെയിം ടെസ്റ്റ് കേസിന്റെ കാര്യം മാം പറയുന്നത്. വേറെ സെയിം ടെസ്റ്റ് ടെസ്റ്റ് കേസിലോട്ട് കേസില് പോകണ്ട. സബ്മിറ്റ് ബട്ടൺ ഡോട്ട് ക്ലിക്ക് ഇല്ലേ? സബ്മിറ്റ് ബട്ടണോ? സൈൻ ഡോട്ട് ക്ലിക്ക്. സൈൻ ഇൻ ക്ലിക്ക്, നിന്റെ കയ്യിൽ സൈൻ ഇൻ ക്ലിക്ക്. നിന്റെ കേസിൽ സൈൻ ഇൻ ഡോട്ട് ക്ലിക്ക് കറക്റ്റ് ആണ്. ഓക്കെ, സൈൻ ഇൻ കമന്റ് ചെയ്തോ? കമന്റ് ചെയ്തു. ഡയാന കമന്റ് ചെയ്തോടാ? ആ ചെയ്തു. ഓക്കെ. ഇനി ആ ലോഗിൻ പേജിന്റെ താഴെ വന്ന് ടൈപ്പ് ചെയ്തേ. ഇപ്പൊ നിങ്ങൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന താഴെ അവിടെയല്ല, ടെസ്റ്റ് ലോഗിനില് ലോഗിൻ പേജ് ഈക്വൽസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈനിൽ കൊടുക്കുക. ലോഗിൻ പേജ് ഡോട്ട് എൻ്റർ യൂസർ നെയിം. ഓക്കെ. ലോഗിൻ എൻ്റർ അണ്ടർസ്കോർ വരത്തില്ലേ മാം? എൻ്റർ അണ്ടർസ്കോർ യൂസർ നെയിം അത് തന്നെ. ഇനി എന്ത് ചെയ്യാ, ഈ ലോഗിൻ പേജ് ക്ലാസ്സിലുള്ള ആദ്യം എൻ്റർ യൂസർ നെയിമിനെ വിളിക്കുക, പിന്നെ പാസ്വേഡിനെ വിളിക്കുക, പിന്നെ ആരെ വിളിക്കണം? പിന്നെ മറ്റേ ആ സബ്മിറ്റിനെ വിളിക്കുക. സബ്മിറ്റിനെ വിളിക്കണം. വിളിച്ചോളൂ. അതുപോലെ റിൻഡും ചെയ്തേ, ഡയാന ചെയ്തേ. ലോഗിൻ ഡോട്ട് എൻ്റർ യൂസർ നെയിം എന്നാണോ ഈ എഴുതിയേക്കുന്നത്? ഞാൻ എഴുതിയേക്കുന്നത് ശരിയാണോ? ഇത് ശരിയാ. അടുത്ത കൊടുക്കുക അതുപോലെ. മനസ്സിലായി. അപ്പൊ അടുത്ത ലോഗിൻ പേജ് ഡോട്ട് എൻ്റർ പാസ്വേഡ് എന്ന് കൊടുക്കണം അല്ലേ? പാസ്വേഡ് കൊടുക്കണം. എന്നിട്ട് ഈ ലോഗിൻ വാലിഡ് മാത്രം എക്സിക്യൂട്ട് ചെയ്തേ. പിന്നെ ലോഗിൻ പേജ് ഡോട്ട് ക്ലിക്ക് അല്ലല്ലോ, അതല്ലോ. എന്താ ഫംഗ്ഷന്റെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ? ക്ലിക്ക് അണ്ടർസ്കോർ സൈൻ. അത് കൊടുക്കുക. പിന്നെ എന്താണ് മാം ചെയ്യേണ്ടത് ഇനി? ഫെയിൽഡ് നോക്കട്ടെ, എന്താ ഫെയിൽഡ് നോക്കട്ടെ. കോഡ് കാണിച്ചു. അവിടെ എക്സ്പെക്ടഡ് റിസൾട്ട് മീറ്റ് ചെയ്യുന്നില്ലല്ലോ. കറന്റ് URL കിട്ടി /admin. അവിടെ എന്താ പ്രശ്നം? കോഡ് കാണിച്ചേ, താഴെ കാണിച്ചേ, ലോഗ് കാണിക്കുക. ഇവിടെ തോന്നുന്നു പ്രശ്നം ആണോ? അസേർട്ട് /login. അതെങ്ങനെ ലോഗിൻ വരും? കോഡ് അല്ല, അഡ്മിൻ ആണല്ലോ കൊടുത്തേക്കുന്നത്. കറന്റ് URL ഈക്വൽസ് അഡ്മിൻ അല്ലേ? അവിടെ അഡ്മിൻ ആണ്. അപ്പുറത്ത് എങ്ങനെയാ ലോഗിൻ വരുന്നേ? അവിടെ ഏതാ വരുന്നത് നോക്കിയേ. ലോഗിൻ അല്ലേ വരുന്നത്? കാണിച്ചേ. അത് ഇവിടെ അങ്ങനെ അസോസിയേഷൻ അടിക്കാൻ പാടില്ലല്ലോ. റിസൾട്ട് അപ്പം ഈ ക്ലാസ് മാത്രം ചെയ്യണം അല്ലേ, അതോ മാം ഈ ഫംഗ്ഷനോ? ഫംഗ്ഷൻ മാത്രം എക്സിക്യൂട്ട് ചെയ്യാം. അവിടെ ചെയ്തതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടല്ലോ. ശിഖ നോക്കട്ടെ. ഇത് മാത്രം ചെയ്താൽ മതിയോ? ഈ ഒറ്റ ടെസ്റ്റ് കേസ് കേട്ടോ. എല്ലാം എക്സിക്യൂട്ട് ചെയ്യണ്ട, ഇത് മാത്രം എക്സിക്യൂട്ട് ചെയ്യാം. അഡ്മിൻ കയറി മാം. പാസ്സായി. നോക്കട്ടെ. കറന്റ് URL ഡബിൾ ഈക്വൽസ് താഴെ. ഇത് ഇവിടെ ലോഗിൻ ആണ്. അത് ലോഗിൻ ആയിക്കോട്ടെ, അത് വിഷയമില്ല. ഇത് അഡ്മിനാ. അപ്പൊ ഇതിനകത്ത് തെറ്റെന്താ? സബ്മിറ്റിന്റെ അടുത്ത് ലോഗിൻ കൊടുത്തേ. അവിടെ ലോഗിൻ ആണോ വരുന്നത്? സബ്മിറ്റ് അല്ല, ലോഗിൻ അല്ല വരേണ്ട. അവിടെ ക്ലിക്ക് അണ്ടർസ്കോർ സബ്മിറ്റ് അല്ലല്ലോ, ലോഗിൻ അല്ലേ? അത് ഓരോരുത്തരും കൊടുക്കുന്ന നെയിം അനുസരിച്ച് മാറത്തില്ലേ? എന്റെ പേര് ക്ലിക്ക് സബ്മിറ്റ് എടുത്തേ. സബ്മിറ്റിന്റെ ക്ലിക്ക് എഴുതിയിട്ടുണ്ടോ നോക്കട്ടെ. ലോഗിൻ പേജ് എഴുതിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. എക്സിക്യൂട്ട് ചെയ്തേ. മറ്റേതോ? ടെസ്റ്റ് ലോഗിൻ, ഈ ടെസ്റ്റ് കേസ് മാത്രം ഒന്ന് എക്സിക്യൂട്ട് ചെയ്തേ.
അത് കാണിച്ച് വന്നു. പാസ്സായി. പാസ്സായി. ഇതെന്താ ഇങ്ങനെ? അത് ഫ്ലേക്കി ടെസ്റ്റ് കേസാ, നമുക്ക് പഠിക്കാനുണ്ട് ഇനി. അത് ഫ്ലേക്കി ആയതാ, അത് കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഇതേപോലെ നമ്മുടെ ബാക്കിയുള്ള ടെസ്റ്റ് കേസിന് വേദിക്കുക ഇതേ 4 ലൈൻ ഓഫ് കോഡ് ലോഗിൻ പേജ് ഈക്വൽസ് ക്ലിക്ക് സബ്മിറ്റ് വരെയുള്ള കോഡിനെ അങ്ങനെ തന്നെ കോപ്പി ചെയ്യുക. ബാക്കിയുള്ള 4 ടെസ്റ്റ് കേസിലും എഴുതുക. ബാക്കിയുള്ള 3 ടെസ്റ്റ് കേസ്, സോറി. അതായത് നമ്മുടെ അഡ്മിൻ യൂസർ ഹോം മാനേജിംഗ് യൂസർ ഹോം എത്തുന്നതിന്റെ മുന്നേ നമ്മുടെ ടെസ്റ്റ് ലോഗിനിൽ തന്നെ ബാക്കി 3 ടെസ്റ്റ് കേസ് ഇല്ലേ? ഇത് ഇതുപോലെ തന്നെ കോപ്പി ചെയ്യാം അല്ലേ? ഈ കോഡ് ലോഗിൻ പേജ് സെൽഫ് ഡോട്ട് ഡ്രൈവർ മുതൽ അല്ലേ? സെൽഫ് ഡോട്ട് ഡ്രൈവർ മുതൽ കോപ്പി ചെയ്ത് കറക്റ്റാ. അപ്പൊ ടെസ്റ്റ് കേസ് ചെയ്തത് കറക്റ്റാ, പക്ഷെ ഇവിടെ അല്ലേ മാം? അവിടെ തന്നെ. എന്നിട്ട് മാം ടെസ്റ്റ് കേസ് നമ്പർ 2ന്റെ ഇത് കമന്റ് ചെയ്തിടണോ? കമന്റ് ചെയ്തിട്ടോ. ബാക്കി കമന്റ് ചെയ്ത് ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റ് എല്ലാം കമന്റ് ചെയ്തിടൂ. ഓക്കെ. ക്ലിക്ക് വരാം അല്ലേ? ഇവിടൊക്കെ ഡിസ്ക്രിപ്ഷൻ കറക്റ്റ് ചെയ്യണം കേട്ടോ ശിഖ. ഡിസ്ക്രിപ്ഷൻ കറക്റ്റ് ചെയ്യണം. ആരാ നിനക്ക് ഡിസ്ക്രിപ്ഷനിൽ സ്പെല്ലിംഗ് പഠിപ്പിച്ചെന്നേ? അതെനിക്ക് തോന്നുന്നു ഒരു സ്ഥലത്ത് എഴുതിയിട്ട് ഞാൻ കോപ്പി പേസ്റ്റ് ഇട്ടതായിരിക്കണം. അതായിരിക്കും. ഈ മെയിലിൽ എങ്ങനെ എഴുതി കാണരുത് കേട്ടാ. പിന്നെ അടുത്തത് വരുമ്പം ഡിസ്ക്രൈബ് ആയിരുന്നു. ഭയങ്കര ഡിസ്ക്രൈബ് വേണ്ട കേട്ടോ. ഡിസ്ക്രൈബ് നമുക്ക് പഠിക്കണ്ട, പഠിക്കാനില്ല. പാസ്വേഡ് മാം എന്നിട്ട് മൊത്തം കമന്റ് ചെയ്യാൻ നോക്കണോ? വേണ്ട വേണ്ട. ഓക്കെ, എല്ലാം പാസ്സായി മാം. താനത് റൺ ചെയ്ത് നോക്കിയോ? ചെയ്ത് നോക്കി. അതായത് ക്ലാസ് അല്ലേ? ഇനി എന്റെ ക്ലാസ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക വേണമെങ്കിൽ. ഞാൻ ചെയ്തു മാം, എല്ലാം ബാക്കിയുള്ളവര് റിന്റു ചെയ്തായിരുന്നോ? ചെയ്തു. 4 ക്ലാസ്സായി. 4 ക്ലാസ് എത്തി. ഇനി ഇതേപോലെ ഇനി നമ്മളുടെ ടെസ്റ്റ് ഹോം എടുത്തേ. ടെസ്റ്റ് ഹോം ഡോട്ട് പി വൈ എടുത്തോ. ടെസ്റ്റ് ഹോം ഡോട്ട് പി വൈ എവിടെ ആയിരുന്നത്? ഓക്കെ. ടെസ്റ്റ് ഹോം ഡോട്ട് പി വൈൻ്റെ അകത്ത് ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ കാര്യങ്ങൾ റിവേർട്ട് ചെയ്തോ. അല്ല, ഇവിടെ എക്സൽ റീഡ് എവിടെ ശിഖേ? ഹാർഡ് കോഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണല്ലോ. ടെസ്റ്റ് ലോഗിനിലേക്ക് വാ ശിഖ മാത്രം കേട്ടോ. അതില് എക്സൽ യൂട്ടിലിറ്റി ആയിട്ടുള്ള കോഡ് അങ്ങ് പേസ്റ്റ് കോപ്പി എടുത്തേ. വാലിഡ് ക്രെഡിലെ വാലിഡ് ക്രെഡ് അതല്ല, വാലിഡ് ക്രെഡ് എടുക്കുക. സോറി.
ഇത് അവിടെ തൊട്ട് ഡോട്ട് സബ്മിറ്റ് വരെ അങ്ങ് സെലക്ട് ചെയ്തേ. ഓക്കെ. ഈ കോഡിനെ അങ്ങനെ തന്നെ ടെസ്റ്റ് ഹോമിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാം. മാക്സിമൈസ് വിൻഡോ കഴിഞ്ഞിട്ട്. എന്നാ പിന്നെ ഇത് വേണ്ടല്ലോ മാം. വേണ്ട. എവിടെ ബട്ടൺ ഡോട്ട് ക്ലിക്ക് വരെയുള്ളത് റിമൂവ് ചെയ്തേക്കാം. ഇത് വേണ്ട. ഓക്കെ. ലോഗിൻ പേജ് ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ. നെക്സ്റ്റ്. ഇനി നമ്മൾക്ക് ഇവിടെ ഏതൊക്കെ നമുക്കിനി ഏതൊക്കെ ലൊക്കേറ്റേഴ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്? ഇതിനകത്ത് അഡ്മിന്റെ ലൊക്കേറ്റർ ആണ് അത്. അഡ്മിൻ ലൊക്കേറ്ററിന്റെ ലോഗൌട്ടിന്റെ ലോഗൌട്ട് അല്ലേ? അപ്പൊ ഇനി ഇതിനെ രണ്ടിനെ നമുക്കൊരു പേജ് ക്ലാസ്സിലേക്ക് മാറ്റണം. ഇതിനെ രണ്ടിനെ നമ്മൾ ആദ്യം ചെയ്ത അതിനകത്തോട്ട് മാറ്റണം. അതിന്റെ അകത്തോട്ട് മാറ്റരുത്, പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ ഇതിനെല്ലാത്തിനും ഒരു പേജ് പോരെ മാം? ഒരു ഫയൽ പോരെ? ഒരു ഫയലിൽ ചെയ്യാൻ പാടില്ല. ബൈ കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് ചെയ്യരുത്. എറർ ഉണ്ടാവില്ല, പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ടെസ്റ്റ് ഹോമിന്റെ പാരാമീറ്റർ അതിനെല്ലാം ലൊക്കേറ്റേഴ്സിന് എപ്പോഴും ഒരു ഹോം പേജ് എന്ന് പറഞ്ഞിട്ട് പേജ് ക്രിയേറ്റ് ചെയ്യുക, ലോഗിൻ പേജ് പോലെ തന്നെ. എന്നിട്ട് അതിൽ കൊണ്ടുപോയി എഴുതുക. ടെസ്റ്റിലല്ല, പേജിൽ അടി കിട്ടും. ഞങ്ങൾ ചെയ്യണോ? എല്ലാരും ചെയ്യണം. എങ്ങനെയമ്മ ഒന്നും മനസ്സിലായില്ലോ. പേജ് ക്ലാസ് എടുത്തേ. പേജില് ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്ത പോലെ അടുത്ത ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക, ഹോം പേജ്. എന്നിട്ട് നമ്മൾ ഈ ലോഗിനിൽ എഴുതിയ സാധനം എഴുതണോ? ക്ലാസ് എഴുതുക, കൺസ്ട്രക്ടർ എഴുതുക, ടെസ്റ്റ് ഡോട്ട് ഡ്രൈവർ എഴുതുക. അതൊക്കെ സെയിം സ്റ്റെപ്പ്. എല്ലാരും ഹോം പേജ് ക്രിയേറ്റ് ചെയ്തേ പറയാട്ടോ. ഡെഫ് കൺസ്ട്രക്ടർ എഴുതുക, സെൽഫ് ഡ്രൈവർ ഈക്വൽസ് ഡ്രൈവർ വരെ എഴുതുക അല്ലേ? എന്നിട്ടാണ് ഇനി രസം. എത്തിയോടാ? ഇനി ടെസ്റ്റ് ലോഗിൻ പേജ് ആണ് ക്ലോസ് ചെയ്ത് കളഞ്ഞേ. നമ്മുടെ ആദ്യ ലോഗിൻ പേജ്. ഇനി ടെസ്റ്റ് ഹോമിൽ പെൻഡിങ് നിൽക്കുന്നത് ഏതാ? ആദ്യത്തെ ലൊക്കേറ്റർ എടുത്തോ. ടെസ്റ്റ് ഹോമില് പെൻഡിങ് നിൽക്കുന്നത് അഡ്മിൻ ഐക്കണിന്റെ അല്ലേ? അതെ, അഡ്മിൻ ആണ് അല്ലേ റിന്റുവോ? അഡ്മിൻ ഐക്കണും അതുപോലെ ലോഗൌട്ട് യൂസർ നെയിമും പാസ്വേഡും നമ്മൾ ലോഗിൻ പേജ് സൈൻ ഇനും ലോഗിൻ പേജിൽ എഴുതി. അപ്പൊ അഡ്മിൻ ഐക്കണിന്റെ കോഡ് മാത്രം എടുക്കൂ. ഓക്കെ. ആ 2 ലൈൻസ് മാത്രം, 23, 24 മാത്രം എടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യുക, ആ ഫംഗ്ഷന്റെ അകത്ത് കൊണ്ടുവന്നിട്ട് ഈ കോഡ് എഴുതുക. എവിടെ എഴുതുന്നത് ശിഖേ? ഡെഫ് ഹോം പേജ് സെൽഫ് ഡെഫ് അവിടെ ഹോം പേജ് എന്ന് കൊടുക്കരുത്. അഗെയിൻ നിങ്ങൾ അവിടെ എന്താണ് ചെയ്യുന്നത് മീനിങ് ഫുൾ ആയിട്ട് പേര് കൊടുക്കുക. അവിടെ എന്താണ് മാം? ലോഗിൻ അല്ലായിരുന്നു, അഡ്മിൻ ആയിരുന്നു. ക്ലിക്ക് അഡ്മിൻ കറക്റ്റ് അല്ല മാം? ക്ലിക്ക് അഡ്മിൻ. അതെ. ഇവിടെ ക്ലിക്ക് അല്ലേ സിമുലേറ്റ് ചെയ്യുന്നപ്പോ പാരാമീറ്റർ വേണ്ട. പാരാമീറ്റർ സെൽഫ് മതി. ഈ കോഡ് പേസ്റ്റ് ചെയ്യാം. ഇതേപോലെ ലോഗൌട്ടും ചെയ്തോളൂ. ഇതെന്താ ഇങ്ങനെ? അതല്ലാതെ അങ്ങനെ കിടന്നോട്ടെ, മാറ്റണ്ട. അങ്ങനെ കിടന്നോട്ടെ, അത് കുഴപ്പമില്ല. വേണേ മുകളിലേക്ക് ഇട്ടോ.
ഇനി നമ്മൾ വീണ്ടും ഡെഫ് ഡെഫ് എഴുതുക അല്ലേ? ഡെഫ് ചെയ്ത് അടുത്ത ഡെഫ് ഏതിനാ എഴുതേണ്ടത്? ലോഗൗട്ട്. അതും ക്ലിക്ക് അണ്ടർസ്കോർ ലോഗൗട്ട് വരുമല്ലോ, ശരിയാ? അത് പക്ഷെ മാം ആക്ച്വലി ഈ അഡ്മിൻ്റെത് നമുക്ക് ലോഗിൻ അങ്ങോട്ടല്ല, ഡ്രോപ്പ് ഡൗൺ അല്ലായിരുന്നോ? ഡ്രോപ്പ് ഡൗൺ ആണ്, പക്ഷെ ആ ഡ്രോപ്പ് ഡൗൺ നമ്മൾ ക്ലിക്ക് ചെയ്യല്ലേ ചെയ്യുന്നത്, അതിന്റെ ഇമേജിനെ ക്ലിക്ക് ചെയ്യല്ലേ ചെയ്യുന്നത്. ലോഗിൻ ലോഗൗട്ട് വന്നിട്ട് ഓക്കെ. ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടത്? ടെസ്റ്റ് ഫോമിൽ വന്നിട്ട് പറഞ്ഞോളൂ. ടെസ്റ്റ് ഫോമിൽ വന്നിട്ട് നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ആരുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഏതിന്റെ ഒബ്ജക്റ്റ് ആണ്? ഹോം പേജിന്റെ ക്രിയേറ്റ് ചെയ്തോളൂ. അപ്പൊ ലോഗിൻ പേജ് എന്ന് പറഞ്ഞ ആ സംഗതി അവിടെ, അതിന്റെ പകരം നമ്മൾ ഹോം പേജ് അതവിടെ നിക്കട്ടെ. അതിന് താഴെ ലോഗിൻ പേജ് ഡോട്ട് ക്ലിക്ക് സബ്മിറ്റിന് താഴെ സബ്മിറ്റ്. റിന്റുവിന്റെ കേസിൽ ക്ലിക്ക് സൈൻ ഇൻ എന്തെങ്കിലും ആയിരിക്കും. മാം എനിക്കതേ ഇതൊരു എറർ അടിക്കണ്ടല്ലോ മാം. ഷെയർ ചെയ്തേ. അങ്ങനെയല്ല, അത് ഞാൻ കാണിച്ചു തരാം. ഡയാനയ്ക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നമ്മള് പൈത്തണില് വെച്ചിട്ട് ഗിറ്റ് പഠിച്ചില്ലായിരുന്നോ? ഗിറ്റിലേക്ക് കോഡ് പുഷ് ചെയ്യാനായിട്ട്. അപ്പോ ഒരു കാര്യം ചെയ്യാ, എല്ലാവരും ഒരു ഗിറ്റിലൊരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുക, പൈത്തൺ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട്, പൈത്തൺ സെലീനിയം പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ട്, ആൻഡ് അതിലേക്ക് നിങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ കോഡും പുഷ് ചെയ്തിട്ട് റെപ്പോ എനിക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അത് ശരിയായോന്ന് അത് നിങ്ങൾ ചെയ്തതിൽ മിസ്റ്റേക്സ് ഉണ്ടോന്ന് അറിയാനാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ സെഷനിൽ ഇരുന്ന് നോക്കുന്നതിലും എളുപ്പം ഉണ്ടാവും, അതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും എന്താണ് കറക്ഷൻസ്. മാം ഈ ലോഗിൻ പേജ് എങ്ങനെയാണോ ഇവിടെ ഒരു എറർ അടിക്കണേ? ഇമ്പോർട്ട് ഇതോ? ഒരു സെക്കൻഡ് ഞാനൊന്ന് കണ്ടോട്ടെ. ഓഹോ, ഇവിടെ പോയി. അഗൈൻ പ്രിന്റ് സെയിം മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. ഫംഗ്ഷന്റെ പേര് ഒരിക്കലും ക്യാപിറ്റൽ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യരുത്. ഏത് ഫംഗ്ഷന്റെ മാം? ഈ എന്റർ ഇതാണോ? യൂസർ നെയിം, എന്റർ പാസ്വേഡ്, അതൊക്കെ സ്മോൾ ലെറ്റർ ആക്കണം കേട്ടോ. ഓക്കെ മാം, ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ മാത്രം ആക്കിയാൽ പോരാ, അപ്പുറത്തും ആക്കണം. ലോഗിൻ പേജിലാക്കണം കേട്ടോ. ലാസ്റ്റ് ചേഞ്ച് ചെയ്താൽ മതി, ഇപ്പൊ ചെയ്യണ്ട. ഇപ്പൊ 4 now അങ്ങനെ തന്നെ നിൽക്കട്ടെ. സിറ്റാക്സ് സ്പേസ് തെറ്റല്ല, പക്ഷെ അങ്ങനെ കൊടുത്താൽ നമുക്ക് എറർ വരും, നമുക്ക് എക്സിക്യൂട്ട് ആവത്തില്ല. ഓക്കെ. ഇനി മാം, ഇനിയിപ്പോ ഇവിടെ ഇതിന്റെ താഴെ നമ്മൾ ഹോം പേജിന്റെ എഴുതാം അല്ലേ? ഹോം പേജിന്റെ എഴുതാം. ഇവിടെ സെൽഫ് ഡ്രൈവർ, ഇവിടെ സെൽഫ്. ഓക്കെ, ഇനി ഹോം പേജ്. ഹോം പേജ് ഡോട്ട് ക്ലിക്ക് അഡ്മിൻ. ഉണ്ടോ? ഇതെല്ലാം ഞാൻ ഇങ്ങനെ എഴുതിയേക്കണേ. അഡ്മിൻ ഏത് ടൈപ്സ് ആയാലും കുഴപ്പമില്ല, ക്ലിക്കിന്റെ സി സ്മോൾ ആയിരിക്കണം അവിടെ. അല്ല മാം, ക്ലിക്ക് അണ്ടർസ്കോർ അഡ്മിൻ. ഇനി ഹോം പേജ് ഡോട്ട് ക്ലിക്ക് അണ്ടർസ്കോർ ലോഗൗട്ട്. യൂസർ നെയിം 1 ഒക്കെ കമന്റ് ചെയ്തോ, റിമൂവ് ചെയ്തോ, അല്ലെങ്കിൽ കോഡിനെ കമന്റ് ചെയ്തിട്ടേക്കാം. പിന്നീട് നോക്കുമ്പോ എനിക്ക് മനസ്സിലാവില്ല.
ഇതെന്താണ് ഇത്ര യൂസർ നെയിം വന്നേക്കണേ? അതിനെ കട്ട് ചെയ്ത 3 ഉള്ളിൽ കൊണ്ടുവന്നിട്ടാള് പറയാം. മതി. താഴെ അതവിടെ അങ്ങനെ തന്നെ കറക്റ്റാ. 1 2 3 ആ താഴെ ഈ ക്ലിക്ക് ഇവിടെ അല്ലേ? അവിടെയല്ല, അഡ്മിന്റെ ലോഗ് ഔട്ട് കഴിഞ്ഞിട്ട്. അവിടെ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ശരിയാ. ഇതുവരെ ചെയ്ത ഡൗട്ട് ഉണ്ടോ? ഒരു സെക്കൻഡ് മാം. ഡൗട്ട് ഉണ്ടോടാ? ഇനി നിങ്ങൾക്കുള്ള വർക്ക്. മാം ഒരു സെക്കൻഡ്. ഇവിടെ എന്ത് പറ്റി? ഞാന് എന്റേത് നോക്കിക്കേ മാം, എന്തോ ഒരു പ്രശ്നം എവിടെ ഉണ്ടല്ലോ. ഷെയർ ചെയ്തേ. ഷെയർ ചെയ്തിട്ടില്ലേ? ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ മാം. ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ, ഇല്ലേ? ഷെയർ ചെയ്തെങ്കിൽ കാണുന്നില്ലടാ സ്ക്രീൻ. ഓക്കെ. ഓൾറൈറ്റ് മാം, ഇവിടെ എന്താ പ്രശ്നം? പേജ് ഇമ്പോർട്ട് ചെയ്തേ. ഇതോ? home_page.py. ആ ക്ലാസ് എടുത്തേ. ഹോം പേജ് എടുത്തേ. ഹോം പേജ് ആണ്. ഹോം പേജിന്റെ അവിടെ നിന്ന് പേര് കൊടുത്തിട്ടുള്ളേ ഹോം പേജ് അണ്ടർസ്കോർ പേജ് അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്ന് ഹോം പേജ് എന്നിട്ട് അങ്ങനെ കൊടുത്തേ. മാറ്റി. അപ്പൊ എനിക്കൊരു ഡൗട്ട് വന്നു, പക്ഷെ സ്റ്റിൽ കാണിക്കുന്നത്. ഇമ്പോർട്ട് ചെയ്യാ. ഓക്കെ. ഓൾറൈറ്റ്. ശരിയല്ലേ? ശരി. പിന്നെ നിങ്ങൾക്കുള്ള വർക്ക് ഇതിൽ നമുക്ക് അഡ്മിൻ പേജും അതുപോലെ ന്യൂസ് പേജും ഇല്ലേ, ഇതുപോലെ ആക്കണം. മറ്റേ കമന്റ് ചെയ്തേ ശിഖ. ഏതോ? admin equals number 28 to test_admin usersഉം test_manage ന്യൂസും അല്ലേ? അതെ, ഇതുപോലെ ആക്കണം. ഈ റിപ്പോസിറ്ററിയിൽ എങ്ങനെയായിരുന്നു മാം? ഇതെല്ലാം മറന്നുപോയല്ലോ മാം. അതിന്റെ ആ പിപ്പ് ഏതാണ്ടൊക്കെ കൊടുക്കണ്ടേ നമ്മൾ ടെർമിനലില്? ഏത്? നമ്മളെ റിപ്പോസിറ്ററി, നമ്മുടെ ജിറ്റ്ഹബ്. യെസ്, ചെയ്തൊക്കെ കിട്ടുന്നില്ലേ? നമുക്ക് നാളെ ചെയ്യാം. ഇതെന്താ മാം ഇതിനടുത്ത് ഇപ്പം എവിടെയാ കമന്റ്സ് ഇട്ടിരിക്കുന്ന? കമന്റ്സിന് ഒരു ഇൻഡന്റേഷൻ എറർ ഉണ്ട്. കമന്റ്സിൽ ഒന്ന് സ്പേസ് അടിച്ചേ. നമ്പർ 28 ബാക്ക് സ്പേസ്. സ്പേസ് അടിക്കൊന്ന്. സ്പേസ് അടിച്ചേ. അതിന് 3 ഡബിൾ കോട്ട്സ് കൊടുക്കും. ശരിയല്ലേ? ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കോ? ഓക്കെ തന്നെ അത് ചെയ്തേ പ്രാക്ടീസ് ആവത്തുള്ളൂ. ഓക്കെ മാം, എന്തുവായിരുന്നു ഹോംവർക്ക് പറഞ്ഞത്? ഇനി അതില് അഡ്മിൻ പേജ്, ന്യൂസ് ടെസ്റ്റ് 2 ക്ലാസ്സസ് ഇല്ലേ? ആ 2 ക്ലാസ്സസിനെയും ഇതുപോലെ ആക്കണം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ലോഗിന്റെ കോഡ് രണ്ടാമത് എഴുതണ്ട. ലോഗിന്റെ കോഡ് സെയിം കോപ്പി പേസ്റ്റ് ചെയ്യാം. എവിടെ തൊട്ട് എഴുതണം? അഡ്മിനിലാവുമ്പോ അഡ്മിന്റെ ടൈല് ക്ലിക്ക് ചെയ്യുന്നത് തൊട്ട്, ന്യൂസിലാവുമ്പോ ന്യൂസിന്റെ ടൈല് ക്ലിക്ക് ചെയ്യുന്നത് തൊട്ട്. ഓക്കെ മാം, അപ്പൊ ഈ നമ്മുടെ ഇപ്പൊ ഈ ഹോം പേജിന്റെ കാര്യങ്ങൾ എഴുതണ്ടേ? ഹോം പേജിന്റെ അല്ല, അത് എഴുതണ്ട അല്ലേ? അത് വേറെയാണല്ലോ, ലോഗ് ഔട്ട് ആണല്ലോ. ശരിയാ, അത് ലോഗ് ഔട്ട് അല്ലേ? അത് ഓൾറെഡി ചെയ്തല്ലോ നമ്മള്. ഓക്കെ, എന്തോ ഒരു ഡൗട്ട് ഉണ്ട് എനിക്ക് ഇവിടെ. ഓക്കെ,
ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നില്ലേ പറയാ കേട്ടോ. ഓക്കെ മാം. റെക്കോർഡിങ് ഞാൻ ഷെയർ ചെയ്തേക്കാം. കുറച്ച് ടൈം എടുക്കും എന്ന റെക്കോർഡിങ്ങിന്. ഓക്കെ മാം. ഡയാന, സുബിറ്റി അതുപോലെ തന്നെ അജിത്തിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഓക്കേടാ, ശരി. താങ്ക് യു മാം. താങ്ക് യു.